ഇങ്ങനെയുള്ള ഡി സി മോട്ടറുകൾ നമ്മൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡി സി മോട്ടറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ മോട്ടറിൻ്റെ രണ്ട് ലെഗുകളിൽ പോസിറ്റീവ് നെഗറ്റീവ് ഈ രണ്ട് ലെഗുകളിൽ ഇതൊരു ഡയോഡ് ഒരെണ്ണം കണക്ട് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ഉപയോഗമുണ്ടോ, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതുപോലെ ചെയ്യണോ വേണ്ടോ എന്ന്. അതുപോലെ ഈ കാണുന്നത് ചെറിയ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ടോയ് കാറുകളിലൊക്കെ വരുന്ന ഡി സി മോട്ടറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ മിനി മോട്ടറുകളിൽ ഇതുപോലൊരു സെറാമിക് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സെറാമിക് കപ്പാസിറ്ററിനെ കണക്ട് ചെയ്യേണ്ട ഉദ്ദേശം എന്താണ്, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അങ്ങനെയൊക്കെ പലർക്കും പല സംശയങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സെറാമിക് കപ്പാസിറ്റർ ഉപയോഗിക്കാം മോട്ടറുകൾ, അതുപോലെ ഡയോഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സെറാമിക് കപ്പാസിറ്റർ ഉപയോഗിക്കുമ്പോൾ മോട്ടർ നമുക്ക് രണ്ട് രീതിയിലും കറക്കാൻ പറ്റും, അതായത് മുന്നോട്ടും പുറകോട്ടും കറക്കാൻ പറ്റും. ഡയോഡാണ് ഈ രീതിയിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ മോട്ടർ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രമാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള മോട്ടറുകളിൽ ഇതുപോലുള്ള സെറാമിക് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഡയോഡ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഡി സി മോട്ടറിലേക്ക് നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്പാർക്ക് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഹൈ വോൾട്ടാണ് പ്രൊഡ്യൂസ് ആകുന്നത്. അപ്പോൾ ഇതിന് EMF എന്ന് പറയും, അല്ലെങ്കിൽ റിവേഴ്സ് വോൾട്ട്. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങനെയുള്ള സെറാമിക് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഡയോഡ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള മോട്ടറുകൾ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സ്പാർക്ക് ഉണ്ടാകാറുണ്ട്. ആ ഒരു സ്പാർക്കും ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതുള്ള മോട്ടറുകളിൽ സെറാമിക് കപ്പാസിറ്ററോ അല്ലെങ്കിൽ ഡയോഡോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മോട്ടറിൻ്റെ ലൈഫ് കൂടും, അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് കൂടും. പിന്നെ ഇത് നമ്മൾ എന്തെങ്കിലും സർക്യൂട്ടിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സർക്യൂട്ടും കംപ്ലൈൻറ്റ് അത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള പവർ കൂടിയ ഡി സി മോട്ടറൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫാനൊക്കെ ഉണ്ടാക്കാനാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിർബന്ധമായിട്ടും ഒരു ഡയോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ മൾട്ടിമീറ്റർ വരെ കംപ്ലൈൻ്റ് ആയി ഈ ഒരു മോട്ടറിൽ നിന്നും പ്രൊഡ്യൂസായ ഹൈ വോൾട്ട് കാരണം. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഇത് ടെസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഈ കാണുന്ന ഡി സി മോട്ടറാണ് എടുത്തേക്കുന്നത്. പിന്നെ ഡയോഡ് എടുത്തിട്ടുണ്ട്. ഡയോഡ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നില്ല, ഡയോഡ് ലാസ്റ്റാണ് കണക്ട് ചെയ്യുന്നത്. 1 ആമ്പിയറിൻ്റെ ഡയോഡ് മതി ഇതിനൊക്കെ. ഒരുപാട് ആമ്പിയർ കൂടിയ ഡയോഡൊന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഡയോഡ് മാത്രം മതി നമുക്കിതിനായിട്ട്. പിന്നെ ഇങ്ങനെയുള്ള ഇത്രയും പവർ കൂടിയ മോട്ടറുകളിൽ ഇതുള്ള സെറാമിക് കപ്പാസിറ്റർ ഉപയോഗിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള പവർ കൂടിയ മോട്ടറുകളിൽ ഡയോഡ് തന്നെയായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യാനുള്ള 12 വോൾട്ട് പവർ സപ്ലൈ, അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ഒരു ബാറ്ററി പാക്കാണ്. അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയുള്ള മോട്ടറുകളിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ്, മോട്ടറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്കും ഇതുപോലെ നേരിട്ട് പവർ സപ്ലൈ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ഒരു പവർ സപ്ലൈ ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സ്പാർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു സ്പാർക്കിൻ്റെ സമയത്ത് നമ്മൾ മോട്ടറിൻ്റെ രണ്ട് ലെഗുകളും പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഷോക്ക് അടിക്കാറുണ്ട്. അത് നമ്മൾ ട്രാൻസ്ഫോമറിലൊക്കെ നേരെ പവർ സപ്ലൈ കണക്ട് ചെയ്താലും ഇങ്ങനെ പ്രശ്നമുണ്ട്. അതുപോലെ റിലേ ഇതിലേക്ക് നമ്മളിങ്ങനെ പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ സ്പാർക്കും അതിൽ നിന്നും ചെറിയ ഷോക്കും അടിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടുത്തായിട്ട് ഈ മൾട്ടിമീറ്ററിൻ്റെ രണ്ട് പ്രോബുകൾ അത് മോട്ടറിൻ്റെ രണ്ട് ലെഗിലേക്ക് കണക്ട് ചെയ്യണം. അതുപോലെ നിങ്ങളാരെങ്കിലും ഇതുപോലെ മൾട്ടിമീറ്റർ ഒന്ന് മോട്ടറിൽ ഇതുപോലെ കണക്ട് ചെയ്ത് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാൻ നിന്നേക്കരുത്, മൾട്ടിമീറ്റർ കംപ്ലൈൻ്റ് ആയി പോകും. മൾട്ടിമീറ്റർ പോയാലും കുഴപ്പമില്ലാത്തവർക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. നമ്മളിവിടെ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പം ഇതല്ലാണ്ട് വേറെ വഴിയില്ല, അതുപോലെ ചെയ്ത് കാണിക്കേണ്ടി വരും. എൻ്റെ ഈ ഒരു മൾട്ടിമീറ്റർ വീഡിയോ എടുക്കുന്നതിനിടയിൽ കംപ്ലൈൻ്റ് ആയി പോയിരുന്നു. പിന്നെ ഞാനിവിടെ ഇത് ചെയ്ത് നോക്കിയ സമയത്ത് ഞാനിവിടെ DC 200 വോൾട്ടിലിട്ടാണ് ചെക്ക് ചെയ്ത് നോക്കിയത്. അതെൻ്റെ മിസ്റ്റേക്കാണ്. AC ഇട്ടായിരുന്നു ചെയ്ത് നോക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും ഹൈ വോൾട്ട് പ്രൊഡ്യൂസ് ആകുന്നുള്ള കാര്യം എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യാൻ 12 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്യുമ്പം പ്രൊഡ്യൂസായ ഹൈ വോൾട്ടാണ് ഈ കാണുന്നത്. 200 വോൾട്ടിൽ നിന്ന് നമ്മൾ 1000 വോൾട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു മൾട്ടിമീറ്ററിന് മെഷർ ചെയ്യാൻ പറ്റാത്ത അത്രയധികം ഹൈ വോൾട്ടാണ് ഇവിടെ പ്രൊഡ്യൂസ് ആകുന്നത്. അപ്പോൾ മോട്ടറിൽ നിന്നും എപ്പോഴും ഇങ്ങനെ ഹൈ വോൾട്ട് പ്രൊഡ്യൂസ് ആകുമെന്നല്ല പറയുന്നത്, നമ്മൾ ഈ ഒരു മോട്ടറിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്താണ് ഇങ്ങനെയുള്ള ഹൈ വോൾട്ട് പ്രൊഡ്യൂസ് ആകുന്നത്. അപ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മോട്ടറൊക്കെ ആണെങ്കിൽ ബാറ്ററി കംപ്ലൈൻറ്റ് ആകാനും അല്ലെങ്കിൽ സർക്യൂട്ടിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു സർക്യൂട്ട് തന്നെ ഡാമേജ് ആവാനുള്ള കാരണമാകുന്നത്. അതുപോലെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് മോട്ടറിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും നമ്മുടെ കൈ ടച്ച് ആയിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. തീരെ ചെറിയ പവർ പറഞ്ഞ മിനി മോട്ടറിലൊന്നും ഇങ്ങനെ ഷോക്ക് അടിക്കണമെന്നൊന്നുമില്ല, സംശയമുള്ളവർക്ക് പരീക്ഷണം. അപ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ആകുന്ന ഈ ഒരു ഹൈ വോൾട്ടേജിനെ തടയാനായിട്ട് നമുക്ക് ഡയോഡ് ഉപയോഗിക്കാം. ഡയോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതെല്ലാം കൃത്യമായിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ ഇത്രയും പവർ കൂടിയ മോട്ടറുകളിൽ സെറാമിക് കപ്പാസിറ്റർ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഉപകാരപ്പെടില്ല, ഡയോഡായിരിക്കും നല്ലത്. ഡയോഡ് കണക്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, മോട്ടർ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രം കറങ്ങുന്ന രീതിയിലേക്കാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇങ്ങനെയുള്ള മോട്ടറൊക്കെ ഉപയോഗിച്ച് ഫാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒരു ഡയോഡ് കണക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബാറ്ററി ലൈഫും കൂടും, മോട്ടർ ലൈഫും കൂടും. പിന്നെ ചിലരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഇങ്ങനെയുള്ള മോട്ടറൊക്കെ ഉപയോഗിച്ച് ഫാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മോട്ടറിൻ്റെ പുറകിൽ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യാറുണ്ട്. ഫിൽറ്റർ കപ്പാസിറ്റർ 25 വോൾട്ടിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കപ്പാസിറ്റർ കണക്ട് ചെയ്യാണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടാവില്ല, കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയി പോവുള്ളൂ. അങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ സ്പാർക്ക് കുറയുന്നൊക്കെയുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് അങ്ങനെ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ കണക്ട് ചെയ്താലും ഇവിടെ ഉപകാരപ്പെടില്ല. ഇപ്പോൾ 12 വോൾട്ടിൻ്റെ DC ഫാനോ അല്ലെങ്കിൽ 5 വോൾട്ടിൻ്റെ DC ഫാനോ അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ 1 ആമ്പിയർ ഡയോഡ് വരണം മോട്ടറിൽ കണക്ട് ചെയ്താൽ മതി. ഇപ്പം ഡയോഡ് എങ്ങനെയാണ് മോട്ടറിലേക്ക് കണക്ട് ചെയ്യേണ്ടത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡയോഡ് കംപ്ലൈൻ്റ് ആയിപ്പോവും, ഷോർട്ടായി. അതുപോലെ പവർ കൂടിയ മിനി മോട്ടർ ആണെങ്കിലും ഇതിന് 1 ആമ്പിയർ ഡയോഡൊക്കെ മതിയാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഡയോഡ് ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും. ഇതിന് 1 രൂപ 2 രൂപ അങ്ങനെ എന്തോ ആണുള്ളത്. അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് കൂടിയാണ് ഡയോഡ്. ഏതൊരു സർക്യൂട്ട് എടുത്ത് നോക്കിയാലും അതിനകത്ത് ഡയോഡ് ഓരെങ്കിലും കാണാതിരിക്കില്ല.
ഡയോഡ് ഉപയോഗിച്ച് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മൾ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നിടയിൽ മൾട്ടിമീറ്റർ കംപ്ലൈൻ്റ് ആയി പോയി. ഇപ്പം ഈ ഒരു മൾട്ടിമീറ്റർ പ്രശ്നം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വോൾട്ട് കാണിക്കുകയാണ്. ഇതിലൊന്നും ബാറ്ററി ഒന്നും കണക്ട് ചെയ്യാനായിട്ട് പോലും ആദ്യമേ 5 വോൾട്ടിന് മുകളിലായിരുന്നു ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ബാറ്ററി കൂരിയിട്ടു അങ്ങനെയെല്ലാം ചെയ്ത് ഇപ്പോൾ 2.5 വോൾട്ടൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് ഈ ഒരു മോട്ടറിലേക്ക് എങ്ങനെയാണ് ഡയോഡ് കണക്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ഉദാഹരണമായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ മൾട്ടിമീറ്ററിൻ്റെ 2 പ്രോബ് ഉപയോഗിച്ചാണ്. ഇത് രണ്ടും ബാറ്ററിയിൽ നിന്ന് വരുന്ന 2 ലൈനായിട്ട് കരുതുക. ബാറ്ററിയിൽ നിന്നും വരുന്ന പോസിറ്റീവ് ലൈനിൽ ഡയോഡിൻ്റെ വെള്ള വരെയുള്ള ഭാഗത്തെ കാലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പം പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോകാൻ നോക്കണം. ഡയോഡിലേക്ക് കണക്ട് ചെയ്യുന്നത് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ആകാനും അതുപോലെ ഡയോഡ് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക. ബാറ്ററിയിൽ നിന്നും വരുന്ന പോസിറ്റീവിൽ ഡയോഡിൻ്റെ വെള്ള വരെയുള്ള ഭാഗത്തെക്കാലും ഇപ്പുറത്തെ സൈഡ് നെഗറ്റീവിലും കണക്ട് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മോട്ടറിലേക്ക് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. മോട്ടറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കേണ്ട കാര്യമില്ല. അതായത് പവർ സപ്ലൈ വരുന്ന ആ ഒരു വയർ അതിലാദ്യമേ ഡയോഡ് ഈ രീതിയിൽ കണക്ട് ചെയ്യുക. അപ്പം പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോകില്ല. എന്നിട്ട് നമുക്ക് മോട്ടർ ഏത് ദിശയിലേക്കാണ് കറങ്ങേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. ഞാനിവിടെ വയറിന് പകരം ഈ 2 ബാറ്ററി ക്ലിപ്പിൽ ഇങ്ങനെ ഉദാഹരണമായിട്ട് ചെയ്ത് കാണിച്ചതാണ്. നമ്മൾ മോട്ടറിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 2 വയർ ഉപയോഗിച്ചാൽ മതി. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിക്കാം, ഇതാർക്കും സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ 2 ബാറ്ററി ക്ലിപ്പ് ഇതിപ്പം ബാറ്ററി എന്ന് പറയുന്ന 2 ലൈനായിട്ട് കരുതുക, പോസിറ്റീവ് നെഗറ്റീവും. അതിൽ നമ്മൾ ഡയോഡും ഈ രീതിയിൽ കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോട്ടറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും തിരിച്ചങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ബാറ്ററിയിൽ നിന്നും വരുന്ന വയറിൽ നമ്മൾ ഡയോഡ് കണക്ട് ചെയ്യുമ്പോൾ തിരിഞ്ഞ് വരാണ് പ്രശ്നമുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി. അതുപോലെ ഇന്നലെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴാണ് മൾട്ടിമീറ്റർ കംപ്ലൈൻ്റ് ആയത്. ഇന്നായപ്പോൾ കുഴപ്പമില്ല. ഇത് 2ാമത്തെ ദിവസമാണ് എടുക്കുന്നത്. ആ ഒരു വാല്യൂ കാണിക്കുന്നത് തനിയെ ഇങ്ങനെ കുറഞ്ഞിപ്പം 0 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മോട്ടറിലേക്ക് ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മോട്ടറിലേക്ക് മൾട്ടിമീറ്റർ 2 പ്രോബും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് മോട്ടർ വർക്ക് ചെയ്ത് നോക്കാം ഹൈ വോൾട്ട് പ്രൊഡ്യൂസ് ആകുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ആയാലും ഇനി നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഔട്ടിലേക്ക് ബാറ്ററിയിലേക്കൊന്നും ബാധിക്കില്ല അതൊന്നും. അപ്പോൾ ഇങ്ങനെ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിന് റിവേഴ്സ് വോൾട്ട് എന്നൊക്കെ പറയും. എന്നാലും നമ്മൾ 1000 വോൾട്ട് ഇട്ടിട്ട് പോലും ഇതിന് മെഷർ ചെയ്യാൻ പറ്റാത്തത്രയും വോൾട്ട് പ്രൊഡ്യൂസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ 20 വോൾട്ടിലാണ് ഇട്ടേക്കുന്നത്. പുള്ളി യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുവാണെങ്കിൽ ബാറ്ററിക്കും മോട്ടറിനും സേഫാണ്. ഒരുപാട് നാൾ നമുക്ക് കംപ്ലൈൻറ്റ് കൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ആദ്യമേ നമ്മൾ ഡയോഡ് കണക്ട് ചെയ്യാതെ ഇങ്ങനെ ചെയ്ത് നോക്കിയ സമയത്ത് ഒരുപാട് ഉയർന്ന വോൾട്ടായിരുന്നു റീഡിങ് കാണിച്ചത്. ഇപ്പോൾ അങ്ങനെ ഉയർന്ന വോൾട്ടൊന്നും റീഡിങ് കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു മോട്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു മോട്ടറിൽ കണക്ട് ചെയ്തേക്കുന്ന ഡയോഡ് ഇത് നമ്മൾ നേരെ തിരിച്ച് കൊടുക്കണം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്ന പവർ സപ്ലൈയുടെ പോസിറ്റീവിൽ എപ്പോഴും ഡയോഡിൻ്റെ വെള്ള വര വരുന്ന രീതിയിൽ കണക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഡയോഡ് കണക്ട് ചെയ്യുമ്പോഴാണ് ഇതുപോലെ പൊളാരിറ്റി നോക്കി കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സെറാമിക് കപ്പാസിറ്ററാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ പൊളാരിറ്റി നോക്കണ്ട, എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ സെറാമിക് കപ്പാസിറ്റർ ഈ ഒരു മോട്ടറിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയൊരു ഉപകാരം വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി DC മോട്ടറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം വ്യത്യാസം എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അതിലിനി നിങ്ങൾ DC മോട്ടറൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ബ്രഷിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സ്പാർക്ക് പോലെ എപ്പോഴും ഇങ്ങനെ കാണാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഡയോഡ് കണക്ട് ചെയ്യാനേ ഒഴിവാക്കാൻ പറ്റും. പൂർണ്ണമായിട്ടും കുറയുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും നിർദ്ദേശം അഭിപ്രായം കമൻറ്റ് ചെയ്യുക.